എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് രാത്രി പാടിയതുപോലെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മൾ പാടണമെങ്കിൽ, അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇന്ന് കണ്ട മിസ്രൈമിനെ, എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന മിസ്രൈമിനെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നേരിടാൻ ഒരുവനുണ്ടെന്നുള്ള വിശ്വാസം വേണം. പ്രൈസ് ഗോഡ്. അവനെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മോശയ്ക്ക് ആ വിശ്വാസം വന്നത് എങ്ങനെയാണെന്നറിയാമോ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. രമസേസിൽ നിന്ന്, ഗോശൻ ദേശത്ത് നിന്ന് പുറപ്പെട്ട രാത്രി മുതൽ ദൈവം കൂടെ നടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാത്രി അഗ്നിത്തൂണായിട്ട്, പകല് മേഘസ്തംഭമായിട്ട് ഇറങ്ങി പുറപ്പെട്ട നാൾ മുതൽ നടക്കുക. പ്രൈസ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിയ നാൾ മുതൽ ഇങ്ങനെ ഒരു ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ എത്ര പേർ കഴിയും? പ്രൈസ് ഗോഡ്. The very presence of God, the real presence of God, the literal presence of the God, the visible presence of the God, the presence of God that can be felt. ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നൊരു ദൈവ സാന്നിധ്യം എനിക്ക് വേണ്ടി നടകൊള്ളുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള മോശയാണ് പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. 430 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൈവം എന്നെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്നെ ഇറക്കിക്കൊണ്ടുവന്ന ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, എന്നെ തിരിച്ച് ഓടിക്കുന്ന ദൈവമല്ല, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഇന്നത്തെ സങ്കീർത്തനത്തിൽ, ഇന്ന് വായിക്കാനായിട്ട് എടുത്ത സങ്കീർത്തനത്തിൽ ഇതിന് ഒരു വാക്യം, ഈ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തന ഭാഗങ്ങളാണ്. ഈ മാസത്തോടുകൂടി സങ്കീർത്തനം തീരും. പിന്നെ വേറെ പുസ്തകം ഏതാണെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ ഇന്ന് 138 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ. 138 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഒരു കാര്യം ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ പ്രവൃത്തി നീ തുടരുന്നിടത്തോളം കാലം, പ്രൈസ് ഗോഡ്, നിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദയ എന്നേക്കും, അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതായതുകൊണ്ട് നീ നിന്റെ പ്രവൃത്തിയെ ഉപേക്ഷിക്കാതെ എനിക്ക് വേണ്ടി നടപ്പാക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, പ്രാർത്ഥനയുടെ ആംബിയർ മാറും, പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറും. ഏത് വിശ്വാസമാണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. Thou, praise God, the Lord will perfect that which concerneth me. Praise God. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിക്കുന്ന വിഷയത്തിന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് ഒരു സമാപ്തി വരുത്തും, പെർഫെക്റ്റ് ആക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നിന്റെ ദയ എന്നേക്കുമുള്ളതാകൊണ്ട് തൃക്കൈകളുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കരുതേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ഉറപ്പ് ദൈവത്തിൽ നിന്നുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എത്ര കംപ്ലൈൻറ്റ് കൊടുത്താലും അതിന് ആക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്, പ്രൈസ്, പിന്നെ കംപ്ലൈൻറ്റ് ആരെങ്കിലും പോകത്തില്ല. എത്ര ആപ്ലിക്കേഷൻ കൊടുത്താലും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക്,
പ്രൈസ് ഗോഡ്. മറുപടി ഇല്ലാത്ത സ്ഥലത്തേക്ക് പിന്നെ ആരെങ്കിലും പോകൂ? പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും പ്രാർത്ഥിക്കാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? പ്രാർത്ഥിച്ചതിനൊന്നും മറുപടി കിട്ടിയല്ലോ എന്ന് അറിയത്തില്ല. ഒന്നാമത് ഇനിയും പ്രാർത്ഥിച്ചാൽ കിട്ടുമോന്നും അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഒരു ഉറപ്പ് പ്രാപിച്ചേ നിങ്ങൾ പോകാവൂ. ദൈവം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് ലഭിക്കാൻ ഇടയായാൽ ദൈവത്തെ സ്തോത്രം, അങ്ങനെയുള്ള ഒരൊറ്റ വ്യക്തി ഒരു വീട്ടിലുണ്ടായാൽ മതി. ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം ആ കുടുംബത്തിൽ ഇടപെടും. അങ്ങനത്തെ ഒരു വ്യക്തി ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ ഒരു സ്ഥലത്തുണ്ടായാൽ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രൈസ് ഗോഡ് പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവകൃപയിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാധാരണ ഈ വഴക്ക് കൂടുമ്പം സ്കൂൾ പിള്ളേരും കോളേജിലെ പിള്ളേരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വലിയവരും ചിലപ്പോൾ പറയാറുണ്ടെന്നറിയുമോ? പ്രൈസ് ഗോഡ്. എന്നെ തൊട്ട് കളിച്ചാൽ കളി മാറും, എൻ്റെ അടുക്ക കളിച്ചാൽ കളി പഠിപ്പിക്കും. ചിലർ പറയും എൻ്റെ അടുക്ക കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും, എന്നെ തൊട്ടാൽ കളി മാറും. വേറെ ചില ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഇതൊക്കെ പറയുന്നത് എന്തിൻ്റെ ബലത്തിലാണ്? ഇവിടെ പറഞ്ഞവരൊക്കെ ഇരിപ്പുണ്ടെന്ന് ചിലർക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നെ തൊട്ടാ വിവരം അറിയും, എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇതൊക്കെ എന്തിൻ്റെ ബലത്തിലായിരിക്കും? കഴിഞ്ഞാലും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊക്കെ പറഞ്ഞത്, ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ പറഞ്ഞത് എന്തിൻ്റെ ബലത്തിലായിരിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പലരും ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് പറയുന്നത് അവനവൻ്റെ ആ ആരോഗ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ചിലർ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരോഗ്യം എന്ന് പറയുന്നത് പൊക്കവും വണ്ണമൊന്നും അല്ല കേട്ടോ. വലിയ പൊക്കവും വണ്ണവും ഉണ്ടായതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. ഒന്ന്. രണ്ട്, പൊക്കവും വണ്ണവും ആരോഗ്യവും ഉണ്ടായാലും ധൈര്യം ഉണ്ടാകണമെന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ നിന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. പൊക്കവും വണ്ണം ഉള്ളവനാണെങ്കിലും 2 പ്രാവശ്യം ആലോചിക്കും. കാരണം എന്നറിയാമോ? എടാ ഇവനിങ്ങനെ പറയാനുള്ള കാരണം എന്നാ? ഈ പ്രൈസ് ഗോഡ് എന്നേക്കാൾ വണ്ണം കുറഞ്ഞ, പൊക്കം കുറഞ്ഞ, പ്രൈസ് ഗോഡ് ആരോഗ്യം കുറഞ്ഞ, ബലം കുറഞ്ഞ ഇവൻ ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. അവൻ 2 പ്രാവശ്യം ആലോചിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്തിൻ്റെ ബലത്തിലാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന നിലവാരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാശുള്ള വീട്ടിലാണ്, അല്ലെങ്കിൽ സ്വാധീനമുള്ള വീട്ടിൽ ഉള്ളവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ വേറെ ചിലരുണ്ട് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നല്ല അടവറിയാവുന്നവർ. പണ്ട് ഈ വീടുകളിലൊക്കെ രാത്രി അതിഥികളായി ചെന്ന് പാർക്കുന്നവരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നുമില്ല. താമസിക്കാനായിട്ട് സത്രങ്ങളുണ്ട്, വഴിയമ്പലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയും കിടക്കാൻ സ്ഥലം കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് മുട്ടും, പടിവാതിക്കൽ മുട്ടും. പടിയുള്ള വീട്, പടിപ്പുരയുള്ള വീടിനാൽ പടിപ്പുരയിൽ മുട്ടും, അല്ലെങ്കിൽ മറ്റുള്ള വീടിൻ്റെ വാതിക്ക് മുട്ടും. മുട്ടി കഴിയുമ്പോൾ അകത്തു നിന്ന് വിളിച്ചു ചോദിക്കും, നിങ്ങൾ ആരാ? മറുപടി, ഞാനൊരു വഴിപോക്കനാണേ. എന്താ? ഇന്ന് രാത്രി ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസ് ഗോഡ്. വലിയ വലിയ വീടുകളിൽ വരാന്തകളൊക്കെ ഉണ്ട്. അവിടെയാണ് കിടന്നോന്ന് പറയും. ഇതിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. അവിടെ കിടന്നുറങ്ങി വെളുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെ വണ്ണക്കിട്ട് കൊടുത്ത് പോവുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഒരുത്തൻ ചെന്നിട്ട് ഒരു വീട്ടിൽ വാതുക്ക മുട്ടിക്കഴിഞ്ഞിട്ട് പ്രൈസ് ഗോഡ് ആരാന്ന് ചോദിച്ചു. വഴിപോക്കനാണെന്ന് പറഞ്ഞു. എന്താ എന്ന് ചോദിച്ചു. രാത്രി ഒന്ന് അന്തി ഉറങ്ങാനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പതിവ് പോലെ തിണ്ണയ്ക്ക് കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് നല്ല മകരമാസം സമയമാണ്, നല്ല മഞ്ഞുള്ള സമയമാണ്, തണുപ്പുള്ള സമയമാണ്. അദ്ദേഹത്തിന് വരാതെ കിടന്നാൽ ഉറക്കം വരത്തില്ല, അതുപോലെ തണുപ്പാണ്. അതുകൊണ്ട് വീണ്ടും മുട്ടിയിട്ട് പറഞ്ഞു. പ്രൈസ് ഗോഡ്.
പുറത്ത് നല്ല തണുപ്പാണ്, അകത്ത് എവിടെയെങ്കിലും ഒരു സൗകര്യം ചെയ്തു തന്നെങ്കിൽ. ഇവരാരാന്നും എന്താണെന്നും അറിയാത്തത് കൊണ്ടും പല കാരണങ്ങളാലും അവർ പറഞ്ഞു അകത്ത് സൗകര്യമൊന്നുമില്ല, അതുകൊണ്ട് പ്രൈസ് ഗോഡ് അവിടെ കിടക്കാമേ കിടന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ അയാൾ ഇച്ചിരി ഉറക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ 18ാമത്തെ അടവെടുക്കാതെ ഇവർ സമ്മതിക്കത്തില്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വീട്ടിലകത്ത് സംശയമായി. ഇയാൾ 18ാമത്തെ അടവെടുത്ത് പ്രശ്നം വല്ലതും ഉണ്ടായാലോ എന്ന് ഓർത്ത് പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നു. അകത്തുനിന്ന് കിടന്നോളാൻ പറഞ്ഞു. പുള്ളി മാത്രമല്ല, അന്ന് പുള്ളിക്ക് ഭക്ഷണവും കൂടെ കൊടുത്തു. കഴിച്ചോന്ന് ചില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്ത് നല്ല സുഖമായിട്ട് പുള്ളി കിടന്നുറങ്ങി. ആമേൻ. വെളുപ്പിന് എഴുന്നേറ്റില്ല, കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇയാൾ വിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുത്ത് ഇയാൾ പോകാൻ തുടങ്ങുമ്പോൾ വീട്ടുകാരൻ പതുക്കെ തലയും ചൊറിഞ്ഞ് അടുത്ത് നേടി ചോദിച്ചു, ഒരു ചെറിയ സംശയം ചോദിക്കാനോ എന്തോന്ന് ചോദിച്ചു. 18ാമത്തെ അടവ് ഇന്നലെ പറഞ്ഞില്ലേ, അത് ഒന്ന് എന്താന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോകാമായിരുന്നു. അതുകൊണ്ട് 18 തന്നത് സാരമല്ലേ, എന്തുവാ നിങ്ങൾ തുറന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടയും വടിയൊക്കെ എടുത്ത് ഞാനങ്ങ് വേറെ വീട്ടിലോട്ട് പോകും. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ഹാലിലെ പല അടവുകളും എടുത്തും കാര്യം കാണുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തിൻ്റെ ബലത്തിലാണ് നിന്നോട് എതിർക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ നീ നിൽക്കുന്നത്? പ്രൈസ് ഗോഡ്. എനിക്ക് സമ്പത്തില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് സ്വാധീനമില്ല, എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ മുട്ടുമടക്കിയാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന കരം, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വ്യക്തിപരമായി ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ അപേക്ഷിച്ചാൽ, ഞാൻ ചോദിച്ചാൽ എനിക്ക് വേണ്ടി സ്വർഗം ചലിക്കും, എനിക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കൈ ചലിക്കും. സർവശക്തന്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കൈയാകുന്നു, അത് നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് പാടുവാനല്ല, വിശ്വസിക്കുവാൻ. ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊരു വ്യക്തിപരമായ ഒരു നല്ലൊരു ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് നമ്മുടെ അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയാൽ ഇത് കാണാൻ, യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ പ്രൊട്ടക്റ്റഡ്. നീ സംരക്ഷണ വലയത്തിനുള്ളിലാണ്. ഇന്ന് രാത്രി സർവശക്തൻ എന്നെ അറിയുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നത് കൊണ്ട് ഞാൻ സംരക്ഷണ വലയത്തിനകത്താണ്. ഐ ആം പ്രൊട്ടക്റ്റഡ്. ഈ ഒരു ബോധം നമ്മെ ഭരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളിൽ ആ ഒരു ബോധം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് 27-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും പ്രമാണമായി മാറുന്നത്. വായിച്ച്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ ഭയപ്പെടും? ദൈവം എനിക്ക് ചുറ്റുമുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ മുൻപടയായി പിൻപടയായി എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി അവൻ എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെന്റെ വിശ്വാസമല്ല, ഇതെന്റെ സങ്കല്പമല്ല, ഇതെന്റെ അനുഭവമാണെന്ന് തോന്നാൻ വരണം. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. പക്ഷെ ഈ വിഷയത്തിൽ കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയത്തെക്കാൾ ഉപരി വ്യക്തിപരമായ ഒരു അനുഭവമായി മാറണം. ഇത് അനുഭവമായി മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറ്റുള്ളവർ വന്നും പലതും പറയുമ്പോൾ ഷെയ്ക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. വിശ്വാസമാണെങ്കിൽ ചിലപ്പോൾ സംശയം കയറി വരും. വിശ്വാസം മാനസിക തലത്തിൽ നമ്മളിതിനെ കൊണ്ട് നടക്കുമ്പോൾ സംശയം കയറി വരും. എന്നാൽ അനുഭവമായാലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ,
രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ യജമാനനെ ഇന്ന് നിന്റെ ദൈവമായ യഹോവ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമെന്ന് നീ അറിയുന്നോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനു മുമ്പ് എലീശ ഏലിയാവിനോട് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും ഞാൻ കൂടെ വരും. എന്തിനാ? ഏലിയാവേ, നിന്റെ ഇരട്ടിപ്പങ്ക് ആത്മാവ് എനിക്ക് വേണം. പ്രൈസ് ഗോഡ്. ഏലിയാവ് മറുപടി കൊടുത്തു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിക്കുന്നത്, എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പ്രാപിച്ചതിനേക്കാൾ ഇരട്ടി ശക്തി, ഇരട്ടി ആത്മാവ് നിനക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ലെന്നല്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ എന്നെ കാണുന്നുവെങ്കിൽ. അല്ലേ ആ വാക്യം ഒന്ന് നോക്കി, 2 രാജാക്കന്മാർ 2:10. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏലീശ തീരുമാനിച്ചു, ഇനി എന്ത് വന്നാലും ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുക്കുമ്പം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. എന്തിനാണെന്നറിയാമോ? എനിക്ക് ഇരട്ടിപ്പങ്ക് ആത്മാവ് ലഭിപ്പാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം അകത്ത് വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ. അവന് ഏലിയാവ് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമെന്ന് നിനക്കറിയാമോ? അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അത് വെറും വിശ്വാസമല്ല, ദൈവവചനത്തിൽ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസം. പ്രൈസ് ഗോഡ്. ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ മോശയെ കുറിച്ച് പറയുന്നു, വിശ്വാസത്താൽ മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഒരു അനുഭവമായിട്ട് മാറണം. വിശ്വാസം ഒരു അനുഭവമാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനത്തെ വിശ്വാസത്തിന്റെ പേരാണ് എബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. പലപ്പോഴും നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും, ആശിക്കുന്നതിന്റെ ഉറപ്പ്. പ്രൈസ് ഗോഡ്. ഫസ്റ്റ് പാർട്ട് മിക്കവാറും ഉണ്ടാവും. പക്ഷേ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രൈസ് ഗോഡ്. ആദ്യത്തെ കാര്യം എന്തോ? ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഒറ്റ പരീക്ഷ ഒന്നും എഴുതാത്തവനും ഞാൻ ജയിക്കുന്നില്ല പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പോഴത്തെ പിള്ളേരോട് പരീക്ഷ എഴുതി ചോദിച്ചാൽ പറയുന്നതെന്നറിയാം, കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. പ്രാക്ടിക്കൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. കുഴപ്പമുണ്ടെന്നൊരു എമ്മത്ത് പറയത്തില്ല. അവരുടെ വിശ്വാസം എന്നാണെന്നറിയാമോ? എന്ത് കുത്തിക്കുറിച്ച് വെച്ചാൽ എങ്ങനെയെങ്കിലും കടന്നുകൂടുന്ന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവങ്ങളെ, ഇങ്ങനെയുള്ളവർക്ക് ആ വിശ്വാസമുണ്ട്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്നാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ ഗ്രേഡിലോട്ട് കയറണം. ഇന്ന് രാത്രി പ്രൈസ് കോഡ്, ഹല്ലേലൂയ. ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ് മാത്രമല്ല, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ ഉറച്ചു നിൽക്കാൻ നിന്നെ പ്രാപ്തമാക്കുന്നൊരു വിശ്വാസമുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ വിശ്വാസം, നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന വിശ്വാസം, നിനക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ആ ഒരു വിശ്വാസം പ്രാപിച്ചു പോകാവൂ. പ്രൈസ് ഗോഡ്. ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പരസ്യമായിട്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും എനിക്കും പറയാൻ സാധിക്കും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറയാമോ? യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്.
ഇത് ശരിക്കങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ വരുത്തുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല, വരുത്തിയത് കണ്ടുകൊണ്ട് അവന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തി കഴിഞ്ഞുവെന്ന് കണ്ടുകൊണ്ട് വിശ്വാസ കണ്ണാൽ അവൻ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനത്തെ ഒരു വിശ്വാസം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. ആ വിശ്വാസത്തിന്റെ പേരെന്നറിയാമോ? ആക്ഷൻ പാക്ട് ഫെയ്ത്ത്. വിശ്വാസത്തിനോട് എന്തുണ്ട്? പ്രവൃത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമെന്ന് യാക്കോബ് പറയുമ്പോൾ പ്രവൃത്തിയിൽ കൂടെ ഉള്ള രക്ഷയല്ലത്. നിന്റെ പ്രവൃത്തിക്കകത്ത് വിശ്വാസം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വിശ്വാസം മനസ്സിലാകാൻ വേണ്ടി പുതിയ നിയമത്തിൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ ഒരു ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ വിശ്വാസം ഏതാണ്, ആക്ഷനുള്ള വിശ്വാസം ഏതാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, 14-ാം അധ്യായം, അതിൻ്റെ 28, 29, 30. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പത്രോസിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. കർത്താവേ, നീ ആകുന്നെങ്കിൽ എന്നോട് പറയണം വരാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേറെ ഒരു കണ്ടീഷനും ഇല്ല. ഭൂതം വന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നിലവിളിക്കുന്നുണ്ട്, വിഷയമല്ല. ഞാനാകുന്നു, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പത്രോസ് എടുത്ത് വായിച്ചു, കർത്താവ് നീ ആണെങ്കിൽ എന്നോട് വരാൻ പറയണം. പിന്നെ ഭൂതത്തിന് വരാൻ പറയാൻ പറ്റിയല്ലേ? പ്രൈസ് ഗോഡ്. ഭൂതത്തിനും വരാൻ പറയാൻ പറ്റും, കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രൈസ് ഗോഡ്, പത്രോസ് ഒറ്റ കണ്ടീഷനെ വെച്ചുള്ളൂ. അതിൻ്റെ ഇടത്തും വലത്തും നോക്കിയില്ല. എന്നോട് സംസാരിക്കുന്ന ഈ വ്യക്തി വരാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ കാലെടുത്ത് പടകിൽ നിന്നും വെള്ളത്തിലോട്ട് വയ്ക്കും. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനാദ്യം വേണ്ട ഒരു നിശ്ചയം എന്നറിയാമോ? ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകണം ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്. എങ്ങനെ കർത്താവിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കും? പത്രോസ് എങ്ങനെ മനസ്സിലാക്കി? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഗലീല കടൽ തീരത്ത് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, പിന്നെ അമ്മായിയമ്മയുടെ പനി മാറ്റിയപ്പോൾ പ്രൈസ് ഗോഡ്, പിന്നെ ദൈവത്തിന്റെ സ്തോത്രം പടകിൽ വല വീശിക്കിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, പാഴത്തിലേക്ക് നീക്ക് വല വീശുവീൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വല വീശിയപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവിടെ ഇങ്ങനെ തുടർച്ചയായി നടന്ന ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പത്രോസിനൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവിനോട് സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാകും. ഇന്ന് രാത്രി ആവശ്യം വരുമ്പോൾ മുട്ടുമടക്കുകയല്ല, ആവശ്യം വരുമ്പോൾ ഉപവസിക്കുകയല്ല, ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്ന ഓരോ ദിവസവും ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം നീ കേട്ട് കഴിയുമ്പോൾ നിന്റെ കട്ടതയിൽ, നിന്റെ പ്രയാസത്തിൽ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ, പടകിന് നേരെ തിരമാലകൾ വരുമ്പോൾ, വെള്ളം വന്ന് പടക് നിറയുമാറാകുമ്പോഴും കട്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഉത്തരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും എന്നോട് സംസാരിക്കുന്നത് മറ്റാരുമല്ല, എന്റെ രക്ഷകനായ, എന്നെ വിടുവിക്കാൻ കഴിവുള്ള, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള, ജനത്തെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച, നാസറിനെ ഉയർപ്പിച്ച, ഐറോസിന്റെ മകളെ ഉയർപ്പിച്ച, നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച, ബർത്തിമായിയുടെ കണ്ണിന് കാഴ്ച കൊടുത്ത യേശുവിന്റെ ശബ്ദമാണ് ഇന്ന് ഞാൻ കേൾക്കുന്നത്. തിരിച്ചറിയ, 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 ദൈവശബ്ദം തിരിച്ചറിയ, ദൈവശബ്ദം തിരിച്ചറിയ. നിന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ദിവസവും, എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിലിരിക്കണം.
അങ്ങനെ ഇരിക്കുമ്പോൾ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോകത്തില്ല. നഷ്ടം വരുമ്പോൾ കുഴയത്തില്ല, വേദന വരുമ്പോൾ കുഴയത്തില്ല, രോഗങ്ങൾ വരുമ്പോൾ കുഴയത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ഒരു ഉറപ്പുണ്ട്. ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ച ദൈവം, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച് എന്നെ ജയോത്സവമായി നടത്തിയ ദൈവം, ഇപ്പോൾ ഞാൻ മുട്ടുമടക്കിയാൽ എനിക്ക് ആലോചന തരും. അവൻ എന്നോട് സംസാരിക്കും. ഇന്ന് രാത്രി എന്റെ ദൈവം എന്നോട് സംസാരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ചിട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും, കർത്താവേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നിന്നെ നടത്തി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം? വേറെ ഷോർട്ട് കട്ടില്ല. സിറ്റ് വിത്ത് ഗോഡ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അല്പം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം വാക്യം, 4-ാം വാക്യം, ദൈവത്തിന് സ്തോത്രം, 1-2 വാക്യം, 4-ാം അധ്യായം 1-2 വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. നിർത്തണേ. 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അടുത്ത വാക്യം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അനേക ഭക്തന്മാരുടെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയാം, യേശുവിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. വിശക്കുമ്പോൾ ആദ്യം പരിഹാരം കൊണ്ട് അടുത്ത് വരുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിൻ്റെ ദൂതന്മാരല്ല, വീണുപോയ ദൂതനായ പിശാചാണ്. നീ ഒരു ആവശ്യത്തിൻ്റെ മുഖത്ത് പ്രാർത്ഥിക്കാനിരുന്നാൽ, ആവശ്യത്തിന് മറുപടി കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് വേണ്ടി ആദ്യം മറുപടി കൊണ്ടുവരുന്നത് പിശാചായിരിക്കും. അത് തിരിച്ചറിയാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവശബ്ദം അതിനു മുമ്പ് കേട്ട പരിചയമുണ്ടായിരിക്കണം. ദൈവശബ്ദം എന്നോട് സംസാരിക്കുന്നത്, ദൈവം എന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും എവിടെയാണെന്നും ഒരു ചെറിയ നിശ്ചയം ഉണ്ടാകണം. മനസ്സിലായോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? ആ കാര്യം അങ്ങ് ശരിയാവുന്ന ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചതാ, ഞാൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചതാ, എന്നിട്ട് എന്ത് പറ്റി? ഒന്നും നടന്നില്ല. വിശ്വാസത്തിൻ്റെ 1-ാമത്തെ പടിയായുള്ളൂ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. 2-ാമത്തെ പടിയിലേക്ക് കാരണം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നതാ, വിശ്വസിച്ചിരുന്നതാ, ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ അത് നടന്നില്ല. രാത്രി ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നീ വിശ്വസിക്കുമ്പോൾ, ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ, നടക്കുമെന്ന് വിശ്വസിക്കുകയാണോ നടന്നുവെന്ന് അറിയുകയാണോ? ദൈവവചനം അനുസരിച്ച് നടക്കുമെന്ന് വിശ്വസിച്ചിട്ട് നടക്കാതെ പോകുന്നത് കാണേണ്ടി വരുന്ന ഗതികേട് വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ, ആശിക്കുന്നതിന് ഉറപ്പുണ്ട്, പക്ഷെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമില്ല. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അവൻ നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നീ നിന്റെ ദൈവസന്നിധിയിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രാപിച്ച ആലോചന അവൻ അവസാന നിമിഷത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, നടന്നില്ലെന്ന് പറഞ്ഞാലും, നടന്നിട്ടില്ലെന്നും നടക്കാൻ ഇടയില്ലെന്ന് പറഞ്ഞാലും, എന്നെ സംബന്ധിച്ചിടത്തോളം അത് നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ബുദ്ധിമുട്ടാ. ഇറ്റ് ഈസ് നോട്ട് ഈസി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, റെയ്നാഡ് ബോങ്ക, ഇവിടെ വന്ന റെയ്നാഡ് ബോങ്കയുടെ, പ്രൈസ് ഗോഡ്, ക്രൂസൈഡിൽ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആഫ്രിക്കയിൽ ഒരു ക്രൂസൈഡിൽ റെയ്നാഡ് ബോങ്ക പ്രസംഗിക്കുമ്പോൾ, ആ റെയ്നാഡ് ബോങ്കയുടെ ക്രൂസൈഡിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ ഇവിടുത്തെ ഈ മറൈൻ ഡ്രൈവിൽ,
ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ക്രൂസൈഡിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ഞാനാണ് നിന്നത്. അപ്പോൾ എനിക്ക് അന്ന് ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു വശം ഒരു ഭാഗം അങ്ങ് ഒഴിച്ചിടും, അത്രയും ഭാഗത്ത് രോഗികളെ കൊണ്ടുവന്ന് കിടത്തണം. പ്രസംഗത്തിന് ശേഷം റെയ്നാഡ് ബങ്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികൾക്ക് മിക്കവാറും സൗഖ്യം വരും. നമ്മുടെ രാജ്യത്ത് മാത്രം അധികം കണ്ടില്ല, പക്ഷേ നൂറുകണക്കിന് ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ടി വി കാണാം. ഏതായാലും ഒരു സഹോദരി, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അവരുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ബോഡി കയ്യിൽ കൊടുത്തു. ഇവർ പറഞ്ഞതെന്നറിയാം, ഇയാൾക്ക് മരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാ? പ്രൈസ് ഗോഡ്, എനിക്ക് വാഗ്ദത്തമുണ്ട്, ഇയാൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും. പ്രൈസ് ഗോഡ്. ഏതായാലും ഈ ആളെ ഇവിടെ കൊണ്ടുവന്നു. ആ സംഘാടകർ അവിടെ കിടത്തിയില്ല, കാരണം അവിടെ ജീവനുള്ള രോഗികൾക്കുള്ള സ്ഥലമാണ്, ഡെഡ് ബോഡിക്കുള്ള സ്ഥലമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ബോഡി ഈ പരിസരത്ത് എങ്ങ് വരുത്താഞ്ഞുകൊണ്ട് അവർ ഏറ്റവും പുറകെ കൊണ്ടുപോയി വെച്ച് അതിനെടുക്കുന്ന വചനം കേട്ടുകൊണ്ട്, ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ, അവർ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. അവർ വിശ്വസിച്ചതുപോലെ തന്നെ പെട്ടിക്കകത്ത് കിടക്കുന്ന മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അതുപോലെ കാണിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം, അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് അത് ഉള്ളതുപോലെ ഏറ്റെടുക്കാൻ, നടന്നതുപോലെ ഏറ്റെടുക്കാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മുടെ അനുഭവത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിക്കാനിടയാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ എങ്ങനെ ദൈവശബ്ദം കേൾക്കും? കുറേ നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കേൾക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കേൾക്കാൻ. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്നാൽ വായിക്കേണ്ടതുപോലെ വചനം വായിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അവൻ നിന്നോട് ഇടപെട്ട് കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു നിശ്ചയം കിട്ടും. ഈ വാക്യം, ഈ വചനം, ഈ ഭാഗം എന്നോടാണ് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നിന്നോടാണ് സംസാരിക്കുന്നുള്ള നിശ്ചയം വരുന്ന നിമിഷം എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ അതേലങ്ങ് കയറി പിടിച്ചോണം. എന്തെല്ലാം വന്നാലും വിട്ടുകൊടുക്കരുത്. You have to cling to that word of God. അത് hold to that word of God. ദൈവം എന്നോട് സംസാരിച്ചതിനെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ വിശ്വാസത്താൽ നിൽക്കുമ്പോൾ നിനക്ക് കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചിട്ട് അത് ഉപകാരമായി തീരും. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ എന്റെ തിയറി അല്ല പറഞ്ഞത്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ചുറ്റുമിരിക്കുന്നവർ കേൾക്കുന്നു, ഇടത്തിരിക്കുന്നവർ കേൾക്കുന്നു, വലത്തിരിക്കുന്നവർ കേൾക്കുന്നു, പുറകിലിരിക്കുന്നവർ കേൾക്കുന്നു. പക്ഷെ നിങ്ങൾ കേട്ടോ, വ്യക്തിപരമായി നീ കേട്ടോ. അടുത്ത വാക്യം, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം ഉപകാരമായി വന്നില്ല. ഈ വചനം കേൾക്കുമ്പോൾ അതിനകത്തു നിന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന ഒരു വാക്യം കിട്ടിയാലുണ്ടല്ലോ, അതിൽ കണ്ണുമടച്ചങ്ങ് പിടിച്ചോണം. ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ സകലതും പ്രൈസ് ഗോഡ്, ആ വചനത്തിൻ്റെ ക്രിയയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനത് പറയുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു കാര്യം, ഈ ഇവിടെ ഇരിക്കുന്ന ജോസ്, കഴിഞ്ഞ ആഴ്ച എന്നായിരുന്നു എന്നോട് പറഞ്ഞ്? ഈ കഴിഞ്ഞ ആഴ്ചയാണോ അതാ അതിൻ്റെ മുമ്പത്തെ ആഴ്ച? ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഉണ്ടായത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പം അതെങ്ങനെ നമുക്ക് ഉപകാരമായി മാറ്റാം? ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച പാസ്റ്റർ മെസ്സേജ് പറഞ്ഞു.
അസ്ഥികളെക്കുറിച്ചും. വർഷങ്ങളായിട്ട് എൻ്റെ കൈ വേദന ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷേ തലേ ദിവസം വരെ എൻ്റെ ഭാര്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൈ ഇങ്ങോട്ട് മടങ്ങില്ല. കൈ അടിക്കാൻ എല്ലാം ചെയ്യാം, പക്ഷേ കൈ ഇങ്ങോട്ട് മടങ്ങില്ല വർഷങ്ങളായിട്ട്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സമയത്ത് ഇതുവരെ നടക്കാത്ത കാര്യമാണല്ലോ, ദൈവമേ ഇത് എൻ്റെ കയ്യിൽ നടക്കുമോ എന്ന് വെച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേരിലും ഈ വിരലും മടങ്ങിയിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങി. ഞാൻ ലീലോട് പറഞ്ഞു, സാമുവൽ പാസ്റ്ററോട് പറഞ്ഞു, നമ്മളെ പൗലോസ് പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടെന്ന്, ഞാൻ പോണേണെന്നും പറഞ്ഞ് പോയി. പിറ്റേ ദിവസം ഞാൻ അതിരാവിലെ ഈ വിരൽ മടങ്ങിയിട്ടില്ല, ഈ വിരൽ ലാസ്റ്റ് വിരൽ മടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ മോർണിംഗ് പ്രെയറിന് പാസ്റ്ററിൻ്റെ വന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ 3 എണ്ണം ഈ വിരലും കുഴപ്പമില്ല, പക്ഷേ ഈ വിരൽ ഇതുവരെ മടങ്ങിയിട്ടില്ല. അങ്ങനെ പാസ്റ്റർ അതും മടങ്ങിക്കോളുമെന്ന് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഞങ്ങളുടെ ഭാര്യയും ഞാനും കൂടി ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിരലും മടങ്ങി. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വിരൽ മടങ്ങണ സമയത്ത് ഞാനൊരു സാക്ഷിയെ കൂടി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. കാരണം എൻ്റെ ഒരു ഹോസ്പിറ്റൽ സന്ദർശനം നടത്തി. അവർ SIയുടെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവർക്ക് രോഗമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് ഇതിപ്പോൾ സൗഖ്യം തന്നാണ്, നിങ്ങൾക്കും സൗഖ്യം തരും, ഒന്ന് എൻ്റെ കൈ പിടിച്ച് നോക്കി മടക്കാൻ പറഞ്ഞു. അവർ മടക്കിയിട്ടും മടങ്ങിയില്ല. അങ്ങനെ ഇത് ഞങ്ങൾക്ക് മടങ്ങും എന്ന് വിശ്വസിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ടാണ് ഇത് സംഭവിച്ചത്. ഇന്ന് അവർ ചർച്ചിൽ വരാമെന്ന് പൗലോസ് പാസ്റ്ററോട് വാക്ക് പറയുകയും അവർ ഇന്ന് വൈകിട്ട് ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. പറഞ്ഞത് കൊച്ചു കാര്യം. ദൈവവചനം കേൾക്കുമ്പോൾ നിനക്കൊരു കൊച്ചു വിഷയമായിരിക്കും നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിരല് വർഷങ്ങളായിട്ട് മടങ്ങാതിരിക്കുന്ന വിരല്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, മടങ്ങുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കി. അവിടെ അത് മടങ്ങും. പ്രൈസ് ഗോഡ്. ദൈവം നിന്നോട് സംസാരിച്ചെന്നുള്ളൊരു ബോധ്യം അകത്ത് കിട്ടിക്കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ചെറിയ വിഷയമായാലും വലിയ വിഷയമായാലും പ്രൈസ് ഗോഡ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. തങ്കല ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്, ആവശ്യങ്ങളിൽ ഒന്നാണ്, അവന്റെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ് തൻ്റെ മക്കളിൽ കൂടെ അവന്റെ നാമം മഹത്വപ്പെടുത്തണം. താൻ ബലവാനെന്ന് കാണിക്കണം. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടവളാണെങ്കിൽ നിന്നിൽ കൂടെ ദൈവത്തിന് കാണിക്കണം. അവൻ ശക്തനാണ്, അവൻ ബലവാനാണ്. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റണ്ണിങ് ടു ആൻഡ് ഫ്രോ. ഇന്ന് നിന്റെ ചുറ്റുമായി ആ ദൃഷ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ മേൽ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ചില വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവിടുത്തെ ദൃഷ്ടി പതിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനം വായിച്ചതിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിൽ നടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിന്നെ ജീവിപ്പിക്കും. നീ പട്ടുപോകാൻ സമ്മതിക്കത്തില്ല, തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല, ഈ കഷ്ടതയിൽ താണുപോകാൻ സമ്മതിക്കത്തില്ല, കുഴഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല, മുടിഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല, നശിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നടുക്ക് ഞാന്, ചുറ്റും കഷ്ടത. കഷ്ടതയുടെ നടുവിൽ നടന്നാലെന്ന് പറയുമ്പം ഞാൻ നടുക്ക്, എനിക്ക് ചുറ്റും കഷ്ടത. പക്ഷെ അങ്ങനെ കഷ്ടതയുടെ നടുവിൽ നടന്നാലും എൻ്റെ ദൈവം എൻ്റെ അനുകൂലമായിട്ടുള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ആമേൻ. അടുത്ത വാക്യമായിട്ടെ. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച്. 27-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ.
യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുന്ന വൈരികളും ദുഷ്കർമ്മികളും ഇടറി വീഴും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എത്ര വലിയ കഷ്ടതയുടെ നടുവിൽ കൂടെയാണ് നീ നടക്കുന്നതെങ്കിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? കഷ്ടതയുടെ നടുവിൽ കൂടെ ഞാൻ നടന്നാലും ദൈവം എനിക്ക് വഴി തുറക്കും, ദൈവം എനിക്ക് വാതിലുകൾ തുറക്കും, ദൈവം എന്നെ ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവം എന്നെ ജീവിപ്പിക്കുമെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് കഷ്ടതയുടെ മധ്യേ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭവം പ്രാപിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ദൈവമക്കളെ, ഈ പ്രസംഗമൊക്കെ എന്തിനാണെന്നറിയാമോ? ഈ വാക്യം വായിച്ച് ഷൈനെ കൊണ്ട് വാക്യം വായിപ്പിച്ച് ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞ് എന്തിനാ ഇതിൻ്റെ ആവശ്യം എന്നറിയാമോ? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരണം. ഇന്ന് രാത്രി ഈ ഒരു വിശ്വാസം വരണം. ഞാൻ കഷ്ടതയിൽ കൂടെ ചുറ്റും നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. വിശ്വാസമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ഒന്ന് ഏറ്റു പറഞ്ഞ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നീ ജീവിപ്പിക്കുന്ന ഉറപ്പ് കിട്ടിയത്തോളം കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇത് വെറുതെ ഒരു തോന്നലല്ല. 42 വർഷത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഇതൊരു തോന്നലല്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാനിതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ലോകത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് മാത്രമാണ്. ആ ദൈവം നിങ്ങൾക്കും തരാൻ വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇന്ന് നിങ്ങൾക്കും തരാൻ ഉറപ്പുള്ളവൻ, നിങ്ങളെ സഹായിക്കാൻ ഉറപ്പുള്ളവൻ, നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ളവൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിനെന്ത് ചെയ്യണം? വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നീ എന്നെ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിൻ്റെ കൈ നീട്ടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് ശരിക്കും മനസ്സിലാക്കിയവന് പിന്നെ സ്വന്തം കൈ നീട്ടാൻ പോകത്തില്ല. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിൻ്റെ കൈ നീട്ടും. എനിക്ക് ബലം വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് സ്വാധീനം വേണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വരുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പറയാൻ സാധിക്കും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈ നീട്ടും. നീ ശത്രു നിന്നെ വളഞ്ഞ് നിന്നെ പിടിച്ച് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നശിപ്പിക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നീട്ടും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുള്ള സമയം കൊണ്ട് അവസാനിപ്പിക്കാം. രാജാക്കന്മാരുടെ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാം വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. എന്റെ 2 മക്കളെ പിടിച്ച്, ഭർത്താവില്ല, 2 മക്കളെ, ഈ 2 മക്കളെയും അടിമകളാക്കാനായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മക്കളെ അടിമകളാക്കാൻ വരുന്ന കാര്യം നടക്കുകയില്ല. ഇപ്പം അത് നിയമപ്രകാരം നടക്കുകയില്ല. പക്ഷേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്റെ മക്കളെ കൈവശമാക്കുന്നതിന് പകരം നിന്റെ വീട് കൈവശമാക്കാൻ പറ്റും, നിന്റെ സ്ഥലം കൈവശമാക്കാൻ പറ്റും, നിന്റെ വാഹനം കൈവശമാക്കാൻ പറ്റും, നിനക്കുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് അതിൽ നിന്ന് മേടിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. നിനക്ക് ജോലിയുള്ളവനാണെങ്കിൽ നിന്റെ ശമ്പളത്തിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതൊന്നും അന്നില്ല. കടം മേടിച്ചവൻ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നേക്കുക. ഇന്ന് പകൽക്കാലം രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഏലീശ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ്റെ അടുക്കലേക്ക്, എലീശയുടെ അടുക്കലേക്ക്
ഈ മാതാവ് ഓടിപ്പോകുമ്പോൾ അവൾക്കൊരു നിശ്ചയമുണ്ട്, ഈ എലീശയുടെ അടുക്കൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും. ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തോട് ചോദിക്കുന്ന ദൈവമക്കളെ, നീ മുട്ടുമടക്കുന്നതിന് മുമ്പ്, നിന്റെ ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറകിലൊരു വിശ്വാസമുണ്ട്. There is a faith behind this action. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എലീശയുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ടു പോകാൻ വന്നാലും അത് നടക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇന്ന് രാത്രി നിന്നെ പിടിച്ചുകൊണ്ട് കെട്ടുവാൻ നിൽക്കുന്ന, നിന്നെ ബന്ധിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ, വിഷയങ്ങളുടെ മേൽ, പ്രയസനങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ ഒരു ഉറപ്പുണ്ടോ? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായുള്ളിടത്തോളം കാലം ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പണ്ട് വിശ്വാസികൾക്ക് ഒരു പ്രശ്നം വന്ന് എന്ത് ചെയ്യുമായിരുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ പരിപാടി എന്നറിയാമോ? ആരെ പിടിച്ചാൽ നടക്കുമെന്നാണ് നോക്കുന്നത്. നീ ഒരുത്തനെ പിടിക്കാൻ പോകണ്ട, ഒരുത്തനെ അന്വേഷിക്കാൻ പോകണ്ട. ഒരു ഇന്റർവ്യൂ വന്നിരിക്കട്ടെ, അടുത്ത ചോദ്യം, ആരെ പിടിച്ചാൽ നടക്കും? പ്രൈസ് ഗോഡ്. കടത്തിൻ്റെ വിഷയം വന്നിട്ട് ആരോട് ചോദിച്ചാൽ കുറച്ച് കാശ് കിട്ടും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരോട് ചോദിക്കുന്നതിനേക്കാൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് മനസ്സിലാക്കി. ആമേൻ, ഹല്ലേലൂയ. ദാസന്റെ കണ്ണ് യജമാനന്റെ മുഖത്തേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്ക് എന്നതുപോലെ എൻ്റെ സഹായം വരുവോളം ഞാൻ എൻ്റെ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. അവൻ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ഫെയ്ത്ത്, ആ ഫെയ്ത്ത് ഇല്ലാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. പ്രാക്ടിക്കൽ ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. God will make perfect that concerns me. എന്നെ സംബന്ധിച്ച വിഷയത്തിൽ, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല, എന്നെ സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്ക് ബാക്കി ഒന്നും അറിയത്തില്ല, എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ആ ഒരു വിശ്വാസമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. അവസാന നിമിഷത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്. ആമേൻ. ഒരു സംഭവകഥ ഞാൻ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ലോൺ എടുത്തൊരു വീട് വെച്ചു. ആ ലോണെല്ലാം കംപ്ലീറ്റ്ലി തീർത്തു, കംപ്ലീറ്റ്ലി റീപേ ചെയ്തു. ഒന്നിച്ച് കൊണ്ടുപോയി കുറച്ച് പൈസ വന്നപ്പോൾ ഒന്നിച്ച് റീപേ ചെയ്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് ഇദ്ദേഹം മരിച്ചുപോയി. ഈ വീട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വീടിനെ റീപേ ചെയ്ത അതാണെങ്കിലും അത് അക്കൗണ്ടിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അതിനെതിരെ കേസ് വന്നു. ലോൺ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു വന്നു. ലാസ്റ്റ് കോടതിയിൽ നിന്ന് അറ്റാച്ച്മെൻ്റായി. വീട് ജപ്തി ചെയ്യാനായിട്ട് വന്നപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഇന്നലെ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കാര്യം പറയാം, ഈ വീടിൻ്റെ പണം മുഴുവൻ എൻ്റെ ഭർത്താവ് അടച്ചതാണ്. അവർ ചോദിച്ച റെസീറ്റ് എന്തി? റെസീറ്റ് കാണാനില്ല. റെസീറ്റ് ഇല്ല, കണ്ടുകൂടാ, അദ്ദേഹം മരിച്ചും പോയി. റെസീറ്റ് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. ബാങ്ക് അക്കൗണ്ടിൽ ഇത് വന്നിട്ടില്ല, അക്കൗണ്ടിൽ ഇത് കയറിയിട്ടില്ല, നിങ്ങൾ റെസീറ്റ് കാണിച്ചു തന്നാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവർ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, റെസീറ്റ് ഇല്ലെങ്കിലും ഈ വീട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു ബട്ടർഫ്ലൈ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് അകത്തേക്ക് പറന്ന് കയറി. ആ മാതാവിൻ്റെ ഇളയ കുഞ്ഞ് അതിൻ്റെ വീട് ജപ്തി ചെയ്താൽ എന്നാ, ജപ്തി ചെയ്തില്ലെങ്കിൽ എന്നാ പ്രശ്നം ഒന്നും അറിയത്തില്ല. അത് ഈ തുമ്പിയുടെ പുറകെ ഓടി ഇത് ചെന്ന്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അവിടെ ഒരു ഷോക്കേസിൻ്റെ ഇടയിലോട്ട് ഇത് കയറിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, കൊച്ച് അത് പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ ജപ്തി ചെയ്യാൻ വന്നതിലൊരാൾ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആ തുമ്പിയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഷോക്കേസ് വലിച്ച് ഇച്ചിരി ഒന്ന് നീക്കിയിട്ട് തുമ്പിയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഷോക്കേസ് നീക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കടലാസ് താഴോട്ടു. അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ പണമടച്ച റെസീറ്റ്. ഒരു തുമ്പിയെ കൊണ്ടുവന്നായാലും വേണ്ടിയല്ല. നിന്റെ പക്കൽ നീതിയുണ്ടെങ്കിൽ നിന്റെ നീതി നടപ്പാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി കാരാമേ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. എൻ്റെ ദൈവം വിടിവിക്കുന്ന ദൈവമാണ്.
ഉറപ്പ് വേണം, ധൈര്യം വേണം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ ഉറപ്പുള്ളത് കൊണ്ട് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്തോത്രം, ഓടി എലീശയുടെ അടുക്കലേക്ക്. എന്തോ പറഞ്ഞു? 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രൈസ് ഗോഡ് എലീശ ചോദിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നല്ല എലീശയായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി നീ ഓടിച്ചല്ലേ. അവന് ചോദിക്കാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം. അവൻ സ്നേഹമുള്ള, മാധുര്യമുള്ള, കരുണയുള്ള, ദയയുള്ള, കൃപയുള്ള ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിന്റെ നിന്റെ ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ നേരെ പൊൻചോൽ നിങ്ങോൽ നീട്ടിക്കൊണ്ട്, എസ്തറിന്റെ നേരെ പൊൻചെങ്കോൽ നീട്ടിക്കൊണ്ട്, എസ്തറേ രാജ്ഞിയെ നിനക്ക് എന്ത് വേണം, രാജ്യത്തിൽ പകുതിയായാലും തരാമെന്ന് അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് പറയിപ്പിച്ച ദൈവം നിന്നോട് നേരിട്ട് പറയും, നിന്റെ വിഷയമെന്ത്, നിന്റെ വിഷയമെന്ത്, നിന്റെ വിഷയമെന്ത്. ഇന്ന് രാത്രി ദൈവം എന്നോട് ചോദിക്കത്തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമെന്ന് വിശ്വസിച്ച് അവൻ ഇവിടെ നിന്ന് എത്ര പേർക്ക് എഴുന്നേറ്റ് തീരുമാനിച്ച് ഇവിടെ നിന്ന് എത്ര പേർക്ക് പോകാൻ സാധിക്കും? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ അടുത്ത വാക്യം, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അവളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന്റെ പരിഹരിക്കാൻ കഴിയാവുന്ന ഒന്നും തന്റെ വീട്ടിലില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ തക്കവണ്ണമുള്ള ഒന്നും തന്റെ വീട്ടിലില്ല. ആരും കടം കൊടുക്കത്തില്ല, ഭർത്താവില്ല. പ്രൈസ് ഗോഡ്, ആരും സഹായിക്കാനില്ല. അവൾ വിധവയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവളുടെ വീട്ടിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ളതൊന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഒന്നുമില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ദൈവമുണ്ടോ? എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. നിന്റെ വീട്ടിൽ ദൈവമുണ്ടെന്ന് വരികിൽ ആ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടിയാൽ ആ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പ്രൈസ് ഗോഡ്. ദൈവികമായ ബന്ധത്തിൽ ഈ ഒരു അനുഭവം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ഒരു ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഹല്ലേലൂയ. വീട്ടിൽ എന്തുള്ളൂ? ഒരു ഭരണി എണ്ണയല്ലാതെ. നിന്റെ ബുദ്ധിക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട് നിന്റെ പ്രശ്നം തീരത്തില്ല അല്ലേ? എലീശയുടെ ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഇപ്പോൾ ഉള്ള ഒരു ഭരണി എണ്ണ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കയ്യിലുള്ളതിനെ കൊണ്ട് നിനക്ക് സമാപ്തി വരുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ കയ്യിലുള്ളതിനെ കൊണ്ട്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് വിഷയമല്ല, എന്താണുള്ളത് അത് മതി എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സൊല്യൂഷൻ കൊടുത്തു. അടുത്ത വാക്യം. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഭരണി എണ്ണയുള്ളത് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങിയ പാത്രങ്ങൾ നിറഞ്ഞ് മാറ്റിവെച്ച് ഉള്ള പാത്രം മുഴുവനും നിറക്കത്തക്കവണ്ണം പ്രൈസ് ഗോഡ് പൈപ്പ് തുറന്നിട്ടതുപോലെ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുമെന്ന്. നിന്റെ വീട്ടിലുള്ള ഭരണിയിൽ നിന്ന്, നിന്റെ കയ്യിലുള്ള ഭരണിയിൽ നിന്ന്, നിന്റെ കയ്യിലുള്ള അല്പം എണ്ണയിൽ നിന്ന് അവൻ വറ്റാത്തൊരു സ്രോതസ്സാക്കി അതിനെ മാറ്റുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവവചനം ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവമേ, എലീശയുടെ കാലത്ത് പ്രവർത്തിച്ച ദൈവമേ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. ആമേൻ. ഒന്നും എനിക്ക് കെമിസ്ട്രി അറിയാൻ വയ്യ, ഫിസിക്സും അറിയാൻ വയ്യ,
ബയോളജി അറിയാൻ വയ്യ, സുവോളജി അറിയാൻ വയ്യ, ഒരു ശാസ്ത്രവും അറിയാൻ വയ്യ, ഒരു കണക്കും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സമാപ്തി വരുത്തും. അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് ഭരണിക്കകത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് കുതിരമേൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് രഥങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് അസ്ത്രങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് ആകാശത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഭൂമിയിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, സമുദ്രത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെ പ്രവർത്തിച്ചാലും വേണ്ടില്ല, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സമാപ്തി വരുത്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്നുള്ള വിശ്വാസത്തോടെ മടങ്ങി പോകുവാൻ. ആമേൻ, പ്രൈസ് ഗോഡ്. ഭരണി നിറഞ്ഞ് മാറ്റിവെക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും. That is faith in action. എലീശ പറഞ്ഞു, നീ വെറും പാത്രങ്ങളെല്ലാം കടം മേടിക്ക്, എന്നിട്ട് മുറിക്കകത്ത് വെക്ക്, വാതിലടക്ക്, ഒഴിക്ക്. പ്രൈസ് ഗോഡ്. അവൾ വിട്ടു ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തും പറഞ്ഞ പാത്രം മേടിച്ചെന്ന് എനിക്കറിയത്തില്ല. പിള്ളേരുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ പായസം വെക്കാനാണെന്നോ, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനാണെന്നോ, നെല്ല് വിഴുങ്ങാനാണെന്നോ, എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. കിട്ടാവുന്നിടത്തോളം പാത്രം മുഴുവൻ അകത്തിടക്കി നിരത്തി. ഇന്ന് രാത്രി ഫെയ്ത്ത് ഇൻ ആക്ഷൻ. ഒഴിഞ്ഞ പാത്രങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഒരു വിധവ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവനെ അനുസരിച്ച് കാത്തിരിക്കാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി പകരുവാൻ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവൻ കൈ നീട്ടും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ ഒരു സ്തോത്രം പറഞ്ഞവനെ ആരാധിക്കാൻ. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ വാതിലടച്ചു. അടുത്ത വാക്യം. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. അങ്ങനെ നിലയ്ക്കാത്ത ഒഴുക്ക്. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അതുവരെ ഒഴുകിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. അവിടെയാണ് വ്യത്യാസം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. എന്തോരം നന്മ ദൈവം നമുക്ക് തന്നു. എന്നെങ്കിലും ഒരു നന്ദി ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? എന്തോ ഒരു അനുഗ്രഹം കിട്ടി. നടക്കത്തില്ലെന്ന്, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ ഒരു വിഷയമെങ്കിലും ഈ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് എനിക്ക് നടന്ന് കിട്ടിയിട്ടൊന്ന് അനുഭവമുള്ള കരമുയർത്തി പറഞ്ഞ ഒരു വിഷയമെങ്കിലും, ഒറ്റ വിഷയമെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് ആ വിളിച്ചതുപോലെ, ആ വിധവ ചെയ്തതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ചെയ്തതിന്റെ ഗുണം എന്താണെന്നറിയാം? അടുത്ത വായിച്ച മുഴുവൻ വായിച്ചേ. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി. പ്രശ്നം കടമായിരുന്നു അല്ലേ? കടക്കാർ പിടിച്ചു കെട്ടാൻ വന്നിരിക്കുന്നു. കടം വീടുക എന്നുള്ള പ്രശ്നം. നീ ചെന്ന് എണ്ണ വിറ്റ് കടം വീട്ടി. ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. കടം വീട്ടാൻ മാത്രമല്ല, പിന്നെയുള്ള കാലത്ത് ജീവിക്കാൻ കൂടിയുള്ളത്. എൻ്റെ ദൈവം എത്ര വലിയവനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കടം വീട്ടാൻ മാത്രമല്ല, നിന്റെ കടഭാരം മാറ്റാൻ മാത്രമല്ല, തുടർന്നുള്ള നാളുകളിൽ ജീവിക്കേണ്ടതിന് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് കൂടെ നിന്റെ കലത്തിനകത്ത്, നിന്റെ ഭരണിക്കകത്ത്, നിന്റെ വീട്ടിനകത്ത് ഉള്ളതിന്മേൽ കൃപ പകർന്ന്, ഉള്ളതിന്മേൽ ശക്തി പകർന്ന്, ഉള്ളതിന്മേൽ വിടുതൽ പകർന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി തീർത്തു തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. രാത്രി ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെ കണ്ടുപിട്ടി ഒരു വിശ്വാസത്തോടെ മടങ്ങിപ്പോകാം. ദൈവ സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ചില വിഷയങ്ങൾക്കൊക്കെ ദൈവം സമാപ്തി വരുത്തിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ചില വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തന്നിരിക്കും. എൻ്റെ ചില വിഷയങ്ങൾക്ക് മറുപടി തന്നിരിക്കും. എൻ്റെ ചില വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തന്നിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. രാത്രി ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ട് അവൻ പാടി ഒന്ന് ആരാധിച്ച ശേഷം പ്രാർത്ഥിക്കാൻ പോകണം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ
എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചെങ്കടല് രണ്ടാകുന്നത് വിശ്വാസത്താൽ കാണുവാൻ, അനുഭവത്തിൽ നിന്നുകൊണ്ട്, കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. മുൻപടയായി പിൻപടയായി, പകൽ മേഘസ്തംഭമായി രാത്രി തൂണായി എൻ്റെ കർത്താവിൻ്റെ വന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടായി മാറുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണും. എരിഹോ വീഴുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്നു. യോർദാൻ രണ്ടായി മാറുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ഗോഡ് ആരാധിച്ച് ബലത്തോടെ മടങ്ങിപ്പോകാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ കണ്ണിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ട്. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. 4 നാളായാലും നാട്ടം ഭവിച്ചാലും കല്ലറ മുൻപിൽ കർത്താവ്. 4 നാളായാലും നാട്ടം ഭവിച്ചാലും കല്ലറ മുൻപിൽ കർത്താവ്. വിശ്വസിച്ചാലേ മഹത്വം കാണും സകല പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാലേ മഹത്വം കാണും സകല പ്രവൃത്തികൾ അഴിഞ്ഞിടും. വിശ്വസിച്ചാലേ മഹത്വം കാണും സകല പ്രവൃത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നപ്പോൾ ഇന്ന് രാത്രി കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തോടെ വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി പോകുമ്പോൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ചില വിഷയങ്ങൾക്ക് നിന്റെ ജനത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് മറുപടി കൊടുത്ത് സമാപ്തി വരുത്തണമേ. അടഞ്ഞ വഴികൾ തുറക്കണമേ. അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. കടഭാരങ്ങളിൽ വിടുവിക്കണമേ. രോഗങ്ങളിൽ വിടുവിക്കണമേ. കഷ്ടങ്ങളിൽ വിടുവിക്കണമേ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്ന് വിശ്വാസത്തോടെ മടങ്ങി പോകുവാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന്. കർത്താവേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ വാതിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെങ്കടലിൽ വഴി തുറന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ യോർദാനിൽ വഴി തുറന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എരിഹോയെ ഇടിച്ചു വാങ്ങിയ കർത്താവേ.
ഇന്ന് രാത്രി ചില മതിലുകൾ ഇടിയട്ടെ, ചില വഴികൾ തുറക്കട്ടെ. ശക്തമായ വഴി തുറന്ന ദൈവമേ, ഇന്ന് രാത്രി ചില വഴികൾ തുറക്കട്ടെ. ഇന്ന് രാത്രി ചില വഴികൾ തുറക്കട്ടെ. നാളുകളായി അടച്ചു വെച്ച വഴികൾ, നാളുകളായി അടച്ചു വെച്ച വഴികൾ, നാളുകളായി അടച്ചു വെച്ച വഴികൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, എന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്ന് അങ്ങയുടെ നാമത്തെ പാടി ആരാധിപ്പാൻ, ദൈവത്തെ വചനം ശ്രദ്ധിപ്പാൻ ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. രാജ്യങ്ങൾ അനുഭവിച്ച സ്വർഗീയ സാന്നിധ്യത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രിക്കാലം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മധ്യത്തിൽ എടുത്ത് ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കർത്താവ്, ഞങ്ങളോട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവ്, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും ഞങ്ങളെ പിന്തുടരുന്നതായ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കർത്താവ്, കഷ്ടത്തിന്റെ നടുവിൽ നടന്നാലും ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കഷ്ടത്തിന് നേരെ അവൻ വലം കൈ നീട്ടുന്ന നല്ല ദൈവമാകിയാൽ തിരുനാമത്തിന് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് സമാപ്തി വരുത്തുവാൻ അങ്ങക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവ്, സമാപ്തി വരാതെ ഉള്ള വിഷയങ്ങളുമായി ഭാരത്തോടെ കടന്നു വന്ന ജനത്തോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഹൃദയമായി ഇടപെട്ടതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് അനേക വിഷയങ്ങളിന്മേൽ കർത്താവ് സമാപ്തി കൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ദൈവ ശബ്ദത്തെ തിരിച്ചറിയുവാൻ കർത്താവ് അവന്റെ കൃപ ചെയ്യുമ്പോഴാകണമേ. അപ്പോസ്തലനായ പത്രോസും ശിഷ്യന്മാരും ഒക്കെ കർത്താവ് അവർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആ പടക് മുങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ യേശു വരുന്നത് കണ്ട് കർത്താവ് യേശുയുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് കർത്താവ്, നീ ആകുന്നെങ്കിൽ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുവാൻ കർത്താവ് വിശ്വാസം വ്യാപരിച്ചതുപോലെ കർത്താവ് ഏലീശ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ കർത്താവ് മരിച്ചു പോയപ്പോൾ അവന്റെ മക്കളെ കടക്കാരി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ കർത്താവ് ആ വിധവയായ സ്ത്രീ ഏലീശന് പറഞ്ഞതുപോലെ കർത്താവ് രാത്രി കർത്താവ് ശത്രുവിന്റെ യാതൊരായതോ ഫലിപ്പാനിടയാകാതെ, ഞങ്ങൾ നഷ്ടം വരാനിടയാകാതെ, മക്കളെ പിടിച്ചുകൊണ്ടുപോകാനിടയാകാതെ കർത്താവ് അവിടുത്തെ വലം കൈ ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്ന നല്ല ദൈവമാകിയ തിരുനാമത്തൊരു സ്തോത്രം. ഇന്ന് രാത്രി കഷ്ടങ്ങളോടുകൂടെ നഷ്ടങ്ങളോടുകൂടെ ഭാരത്തോടെ വന്നുകൊണ്ട് നേരത്തെ കർത്താവ് സമാപ്തി വരുത്തിയോണ്ട് മടക്കി അയക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തൊരു സ്തോത്രം. ഇന്ന് രാത്രി സമാപ്തി വരാതെ കിടക്കുന്ന സകല വിഷയമേലും അവിടുത്തെ വചനത്താൽ വിശ്വാസത്താൽ കർത്താവ് സമാപ്തി പ്രാപിച്ച് മടങ്ങി പോകുവാൻ അവർ ജനത്തെ അധികാരപ്പെടുത്തണമേ. ഇന്ന് രാത്രി വചന ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ അഭിഷേകത്തോട് ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തൊരു സ്തോത്രം. ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി വലിയ വിടുതലോടുകൂടെ വലിയ സമാധാനത്തോടെ മടങ്ങി പോവാൻ കർത്താവ് കൃപ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തൊരു സ്തോത്രം. മഹത്വമില്ല കർത്താവ് അങ്ങെടുക്കണമേ. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് തിരുനാമത്തൊരു സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു അറിയിപ്പ് പറയട്ടെ. നാളെ രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് ഫേസ് സിറ്റി ചർച്ചിൽ കളമശ്ശേരി നെൽസൺ മണ്ടേലയോടുള്ള ഫേസ് സിറ്റി ചർച്ചിൽ ദേശത്തിന് വേണ്ടിയും നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനും ഗ്രേസിയോടെ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് കടന്നു വരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 6:30 തൊട്ട് 8:30 മണിക്ക് തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട്. രാവിലെ 6:30 കേട്ടോ, രാത്രിയല്ല, രാവിലെ 6:30 മുതൽ 8:30 വരെ കളമശ്ശേരി നെൽസൺ മണ്ടേലുള്ള ഫേസ് സിറ്റി ചർച്ചിൽ. പ്രൈസ് ഗോഡ്. നമുക്ക് വിശ്വാസത്തോടെ ഇന്ന് കടന്നു പോകാം. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി പിന്നെയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിഥികളായിട്ട് കടന്നു വന്നിട്ടുള്ള ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പാസ്റ്റർ PRBയുമായി പങ്കുവെക്കാനുള്ള അവസരമുണ്ട്. ഈ ഹാളിൻ്റെ തന്നെ തൊട്ട് സൈഡിലെ റൂമിൽ പാസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെച്ച് കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫേസ് സിറ്റി ചർച്ചിൻ്റെ ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ
ഉച്ചയ്ക്ക് 1:30 മണി വരെ കളമശ്ശേരി നെൽസൺ മണ്ടേല റോഡിലുള്ള ആരാധന ആലയത്തിൽ വെച്ച് നടക്കുന്നു. അവിടേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.